ഫലമ്മാ റഔ ബഅസനാ, നമ്മുടെ ബഅസിനെ അവർ കണ്ടപ്പോൾ, അള്ളാഹുവിൻ്റെ ശക്തിയെയും ശിക്ഷയെയും അവർ കൺമുന്നിൽ അനുഭവിച്ചപ്പോൾ, ഖാലു, അവർ പറഞ്ഞു, എന്ത്? ആമന്നാ ബില്ലാഹി വഹ്ദ, ഞങ്ങൾ ആരാധിക്കുന്ന മറ്റുള്ള എല്ലാ ആരാധ്യന്മാരെയും ഒഴിവാക്കി. ഇവിടെ ഉള്ള ഈ ദാറുൽ ആസാർ എന്ന് പറഞ്ഞ മ്യൂസിയത്തിൽ പോയാൽ കാണാൻ പറ്റും, അതായത് എന്തിനൊക്കെയാണ് മനുഷ്യന്മാരെ ആരാധിച്ചിനെന്ന്. അപ്പോൾ നമുക്കിങ്ങനെ ഈ തൗഹീദിൻ്റെ നിഅമത്ത് ബോധ്യപ്പെടും. ആരാധിക്കാൻ ഒന്നും ബാക്കിയില്ല. വകഫർനാ ബിമാ കുന്നാ ബിഹി മുശ്രിക്കീൻ, നാം അവരിൽ എന്തൊന്നിനെ പങ്കു ചേർത്തുകൊണ്ടിരുന്നുവോ അവയിൽ നാം അവിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ശിക്ഷ വന്നെത്തിയതിനു ശേഷം അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അഹന്തയും അവിശ്വാസവും നിഷേധവും കാരണത്താൽ ഒരു സമൂഹത്തിനൊരു ശിക്ഷ നൽകിയാൽ പിന്നെ ആ ശിക്ഷ ഇറങ്ങിയ ശേഷം അവർക്ക് എന്തില്ല? അവർക്ക് അവിടെ തൗബയില്ല. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ്, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ്, നമ്മൾ കഴിഞ്ഞ ദർസിൽ 81-ാമത്തെ ആയത്ത് വരെ എടുത്തു. ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് പൂർത്തിയാകാണ്. 82 മുതൽ 85 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. أفلم يسيروا في الأرض فينظروا كيف كان عاقبة الذين من قبلهم كانوا أكثر منهم وأشد قوة وآثارا في الأرض فما أغنى عنهم ما كانوا يكسبون. أفلم يسيروا في الأرض, അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലയോ? ഫയൻദുറൂ, എന്നിട്ടവർ കാണുകയും ചെയ്യുന്നില്ലേ? കൈഫ കാന ആഖിബത്തുല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്നത്, അവരുടെ പര്യവസാനം. ആഖിബത്ത് എന്നാൽ അവരുടെ പര്യവസാനം എപ്രകാരമായിരുന്നു എന്നുള്ളത് അവർ കാണുകയും ചെയ്യുന്നില്ലേ? അലൈക്കുമുസ്സലാം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികളായ ആളുകളെ അഭിസംബോധനം ചെയ്തുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുകയും മുൻകഴിഞ്ഞു പോയ അവരെക്കാൾ ശക്തവാന്മാരായ ആളുകൾക്ക് എന്ത് ഈ ലോകത്ത് സംഭവിച്ചു എന്നുള്ളത് അവർ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നില്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ അധികാരത്തിലും ശക്തിയിലും അവർ വല്ലാതെ അഹങ്കരിക്കുകയും, പ്രത്യേകിച്ച് ആദ്യ കാലഘട്ടത്തിൽ ഏകദൈവ വിശ്വാസം സ്വീകരിച്ച ആളുകളൊക്കെ ദുഅഫാവുകളായിരുന്നു, ദുർബലന്മാരായിരുന്നു, അങ്ങേയറ്റം ദുഅഫാവുകളായ ആളുകളായിരുന്നു. ആണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹും ഒഴികെ ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്ന 7 പേർ, അല്ലെങ്കിൽ ഇസ്ലാം പ്രഖ്യാപിച്ച 7 പേർ, എല്ലാവരും പീഡിപ്പിക്കപ്പെട്ടു. സുഹൈബാകട്ടെ, അതേപോലെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു ആകട്ടെ, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ആകട്ടെ, അങ്ങനെ എല്ലാവരും അതിക്രൂരമായി എന്ത് ചെയ്തു? പീഡിപ്പിക്കപ്പെട്ടു. ബിലാൽ റളിയല്ലാഹു അൻഹു ഒക്കെ നമുക്കറിയാം, നമ്മൾ ഒരു ഖുത്ബയിൽ അത് വിശദീകരിച്ച് പറഞ്ഞതാണ്. അദ്ദേഹം നേരിട്ട പീഡനങ്ങൾ എത്രത്തോളം എന്ന് വെച്ചാൽ, അദ്ദേഹത്തെ പീഡിപ്പിച്ച് അവസാനം അദ്ദേഹത്തിന് കഴുത്തിൽ കയറിട്ട് ബന്ധനസ്ഥനാക്കി കുട്ടികൾക്ക് കളിക്കാൻ കൊടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്നിട്ട് ആ കുട്ടികൾ അദ്ദേഹത്തെ പീഡിപ്പിക്കുക. ഒന്നും എതിർത്തൊന്ന് പറയാനോ ചെയ്യാനോ ഉള്ള യാതൊരു ശക്തിയോ അധികാരവും അവർക്ക് ആർക്കുമില്ല. എന്തിൻ്റെ പേരിലോ, അവരെന്തെങ്കിലും മോഷ്ടിച്ചതിൻ്റെ പേരിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും കൊലപാതകം നടത്തിയതിൻ്റെ പേരിലോ, വേറെ എന്തെങ്കിലും തിന്മകൾ ആ സമൂഹത്ത് ചെയ്തതിൻ്റെ പേരിലോ അല്ല. ഏകനായ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം പീഡിപ്പിക്കപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ സംഭവങ്ങൾ. അപ്പം
ഈ ദുഅഫാഉകളായിരുന്നു വിശ്വസിച്ച അല്ലെങ്കിൽ ആ പെട്ടെന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ആളുകളിൽ അധികവും. അവർ നേരിട്ട പീഡനങ്ങൾ അവരെ ഈ വിശ്വാസത്തിൽ നിന്ന് പിറകോട്ട് വലിച്ചില്ല. എന്നാൽ നിഷേധത്തിന് നേതൃത്വം നൽകിയിരുന്നതാരാ? ധനികരായ പ്രമാണിമാരായ, ആ നാട്ടിൽ സ്വാധീനവും അധികാരവും ഒക്കെ കൈവശമുള്ള ആൾക്കാരായിരുന്നു എന്തിന് നേതൃത്വം കൊടുത്തത്? ഈ പറയുന്ന നിഷേധത്തിനും അതേപോലെ തന്നെ വിശ്വസിച്ച ആളുകൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പീഡിപ്പിക്കുന്നതിനൊക്കെ നേതൃത്വം കൊടുത്തത് അവരായിരുന്നു. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അതിനേക്കാൾ ശക്തവാന്മാരായ ആളുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതായത് ഇവർക്കുള്ള ശക്തിയേക്കാൾ എല്ലാ അർത്ഥത്തിലും അവർക്ക് സായുധപരമായും അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ നിലക്കും ശക്തിയും കഴിവും ഒക്കെ ഉള്ള ആളുകൾ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ലേ? അവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ഇവർ മനസ്സിലാക്കുന്നില്ലേ? അത് കാണുന്നില്ലേ? കാനു അക്സറ മിൻഹും വഅശദ്ദ ഖുവ്വതൻ. കാനു അവരായിരുന്നു, അതായത് മുൻകഴിഞ്ഞു പോയ സമുദായത്തിലെ നിഷേധികൾ ആയിരുന്നു. അക്സറ മിൻഹും അവരെക്കാൾ അധികം, അഥവാ മക്കാ മുശ്രിക്കുകളെക്കാൾ അധികം സ്വാധീനവും സമ്പത്തും അതേപോലെ തന്നെ ഇതൊക്കെ ഉള്ള ആൾ, അധികാരവും ഒക്കെ ഉള്ള ശക്തിയൊക്കെ ഉള്ള ആളുകളായിരുന്നു. വഅശദ്ദ ഖുവ്വതൻ, ഇത് സീഗത്തു തഫ്ളീൽ എന്നാ പറയാം. അതായത് ഒന്നൊന്നിനേക്കാൾ ശ്രേഷ്ഠം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അറബി ഭാഷയിലെ പ്രയോഗമാണ് അക്സർ. അതേപോലെ തന്നെ അഷദ്, അക്ബർ. അക്ബർ എന്ന് പറഞ്ഞാൽ ബിഗർ ദാൻ, ഒന്നിനേക്കാൾ വലുത്. അക്സർ എന്ന് പറഞ്ഞാൽ ഒന്നിനേക്കാൾ അധികം. അപ്പോൾ ഒരു കമ്പാരിസൺ വരുമ്പോഴാണ് അങ്ങനെ പറയുക. അല്ലെങ്കിൽ കസീർ എന്നേ പറയുള്ളൂ. കസീർ എന്ന് പറഞ്ഞാൽ ധാരാളം. പക്ഷെ അക്സർ എന്ന് പറയുക ഒന്ന് കുറവും ഒന്ന് കൂടുതലും ആകുമ്പോഴാണ് എന്താ പറയുക, ഒന്നിനേക്കാൾ അക്സർ ആണെന്ന് പറയുക. അപ്പം അശദ്ദ ഖുവ്വതൻ, അവർ ആ കഴിഞ്ഞു പോയ നിഷേധികളെക്കാൾ കൂടുതൽ ശക്തവാന്മാരുമാണ്. ആ കഴിഞ്ഞു പോയ നിഷേധികൾ ഇപ്പോഴുള്ള നിഷേധികളെക്കാൾ കൂടുതൽ ശക്തവാന്മാരുമാണ്. അത് മനുഷ്യൻ്റെ ഇപ്പോൾ ശാസ്ത്രീയമായി മനുഷ്യന്മാരെക്കുറിച്ച് നടക്കുന്ന പഠനത്തിൽ തന്നെ പറയുന്നത്, മുൻകഴിഞ്ഞു പോയ മനുഷ്യന്മാർക്ക് കൂടുതൽ വലുപ്പവും അതേപോലെ തന്നെ ശാരീരികമായും മറ്റൊക്കെ ഫിസിക്കലി അവരെന്തായിരുന്നു ഇപ്പോൾ ഉള്ള ആളുകളെക്കാളും കൂടുതൽ ശാരീരികമായ കഴിവുള്ള ആൾക്കാരായിരുന്നു. ഏതായാലും ഇവരെക്കാൾ ശക്തിയും അതേപോലെ തന്നെ ഈ പറയുന്ന രൂപത്തിലുള്ള അധികാരവും ഇതൊക്കെ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു അവർ. ആസാറൻ, അതേപോലെ തന്നെ വലിയ വലിയ ആസാറുകൾ, അവർ വിട്ടേച്ചു പോയ ശേഷിപ്പുകൾ. ആ ശേഷിപ്പുകൾ പരിശോധിച്ചാൽ അവരുടെ വലുപ്പവും അതേപോലെ തന്നെ അവരുടെ എന്താ പറയുക സൃഷ്ടിപ്പ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. കാരണം എന്താ, പർവ്വതങ്ങൾ തുരന്ന്, അപ്പോൾ ഈ പ്രദേശങ്ങളിലൂടെയൊക്കെ ഇവർ പോകാറുണ്ടായിരുന്നു. മാത്രമല്ല പൂർവികരിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി ആ ദേശത്തെ ആളുകൾ, അത്രയും വലിയ അവിടെ ജീവിച്ചിരുന്ന ആ ആളുകൾക്ക് പിൻകാലത്ത് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ചിട്ട് ഇവരുടെ പൂർവികരിൽ നിന്നും ആ നാട്ടിലുള്ള പുരോഹിതന്മാരിൽ നിന്നൊക്കെ ഇവർ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരുമാണ്. അത് നമ്മൾ ഇതിന് തൊട്ട് മുന്നുള്ള സൂറത്തിൽ പഠിച്ചപ്പോൾ അതിൽ പറയുന്നുണ്ടല്ലോ. അതായത് വേദക്കാരിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, അവരത് മനസ്സിലാക്കിയിട്ടുണ്ട്, ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്നിട്ടും അതിൻ്റെ മുന്നിലൂടെ ഒന്നും നടന്നു പോകുമ്പോൾ ഇവർക്ക് ആ ചിന്ത ഉണ്ടാകുന്നില്ല. ഇവരും എന്ത് ചെയ്യുന്നു, ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകളെയും അതിൽ വിശ്വസിച്ച ആളുകളെയും അതിലേക്ക് ക്ഷണിക്കുന്ന പ്രവാചകനെയൊക്കെ എന്ത് ചെയ്യുന്നു, പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ മുതിരുന്നു. അപ്പോൾ അവർക്കുള്ളൊരു താക്കീതായിട്ടാണ് ഈ വചനം. അതുകൊണ്ടാണ് അവരോട് പറയുന്നത്, നിങ്ങൾ വലിയ ശക്തവാന്മാരാണെന്നും ആർക്കും നിങ്ങളെ പിടികൂടാൻ സാധിക്കുകയില്ലെന്നും നിങ്ങൾ കരുതുകയാണോ? എങ്കിൽ മുൻകഴിഞ്ഞു പോയവർക്ക് എന്ത് സംഭവിച്ചു? കാനു അക്സറ മിൻഹും വഅശദ്ദ ഖുവ്വതൻ വആസാറൻ ഫിൽ അർദ്, ഭൂമിയിൽ ഇവരെക്കാൾ ശേഷിപ്പുകൾ വെച്ചു പോകുകയും അതുപോലെ തന്നെ ഇവരെക്കാൾ ശക്തവാന്മാരായി ഇടപെടുകയും ചെയ്തിരുന്ന ആളുകളായിരുന്നു അവർ. ഫമാ അഗ്ന അൻഹും മാ കാനു യക്സിബൂൻ, എന്നാൽ അവർ സമ്പാദിച്ചൊരുക്കൂട്ടിയതൊന്നും അവരെ ധന്യരാക്കിയില്ല. അവർക്കൊരു ഉപകാരം അതുകൊണ്ട് ഉണ്ടായില്ല. അതാ മാ അഗ്ന അൻഹും,
അവർക്കത് ഉപകാരപ്പെട്ടില്ല. അതിൽ നിന്ന് ഒരു പ്രയോജനവും അവർക്ക് ഉണ്ടായില്ല. ഫമാ അഗ്ന അൻഹും മാ കാനു യക്സിബൂൻ. യക്സിബ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ സമ്പാദിക്കുക എന്നുള്ളതാണ് ഭാഷാപരമായി. അപ്പോൾ അവർ ഒരുക്കു കൂട്ടിയതും അവർ എത്തിയൊരു കഴിവും പ്രാപ്തിയും അധികാരവും ഒന്നും അവർക്ക് എന്ത് ചെയ്തില്ല, അവർക്കൊരു ഉപകാരപ്പെട്ടില്ല. അവർക്ക് സംരക്ഷണം, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് സംരക്ഷണം നൽകാൻ അതിനൊന്നും സാധിച്ചില്ല. എന്നിട്ട് പറയാൻ فرحوا بما عندهم من العلم وحاق بهم ما كانوا به يستهزئون. فرحوا അവർ സന്തോഷിച്ചു. فلما جاءتهم رسلهم بالبينات. അതെ, فلما جاءتهم رسلهم بالبينات. അവരിലേക്ക് ഫലമ്മ അപ്പോൾ, ഫലമ്മ എന്ന് പറഞ്ഞാൽ അപ്പോൾ, ജാഅത്ഹും അവരിലേക്ക് വന്നപ്പോൾ, റുസുലുഹും അവരിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതന്മാർ വന്നപ്പോൾ. അതിൽ ജംഅ് വരുമ്പോൾ നമ്മൾ മുഅന്നസായിട്ടാണ് ഉപയോഗിക്കുക. അതാണ് ജാഅത്ത് എന്ന് ഉപയോഗിച്ചത്. റസൂല് എന്നാകുമ്പോൾ ജാ എന്നാ പറയുക. നേരെ മറിച്ച് റുസുല് എന്നാകുമ്പം ഈ ജംഅന് അറബി ഭാഷയിൽ മുഅന്നസായിട്ടാണ് ഉപയോഗിക്കുക. അതാണ് ഫലമ്മ ജാഅത്ഹും അവരിലേക്ക് വന്നപ്പോൾ, റുസുലുഹും അവരുടെ ദൂതന്മാർ, അതായത് അവരിൽ നിന്നു തന്നെയുള്ള ദൂതന്മാർ, ബിൽ ബയ്യിനാതി വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി, ഫരിഹൂ ബിമാ ഇൻദഹും അവരെന്ത് ചെയ്തു, അവരുടെ കയ്യിലുള്ളത് മുറുകെ പിടിച്ച് അതിൽ അവർ സന്തോഷിച്ചു. ഇവിടെ മറഹ്, ഫറഹ് ഒക്കെ തുടങ്ങിയിട്ടുള്ള പദങ്ങൾ എന്താ പറയുക, കുറച്ചും കൂടെ ഈ നിഷേധാത്മകമായിട്ട് എന്ത് ചെയ്യുക, സന്തോഷിക്കുക, ഒരു സത്യത്തെ നിരാകരിച്ചുകൊണ്ട് സന്തോഷിക്കുക എന്നുള്ളതിന് ഉപയോഗിച്ചിട്ടുണ്ട്. ആണ് ഫരിഹൂ ബിമാ ഇൻദഹും മിനൽ ഇൽം, അവരുടെ പക്കലുള്ള അറിവിൽ അവരെന്ത് ചെയ്തു, സന്തോഷിച്ചു. ഇതാണ് യഥാർത്ഥ അറിവ്, നിങ്ങൾ ഈ പറയുന്നതൊന്നും വസ്തുതല്ല എന്ന് പറഞ്ഞ് സത്യത്തെ നിഷേധിക്കുകയും ഈ അസത്യം കൊണ്ട് അവർ സന്തോഷിക്കുകയും ചെയ്തു. വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. വഹാഖ ബിഹിം അവരെ വലയം ചെയ്തു. ഹാക്ക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഹാത്ത എന്നുള്ള അർത്ഥം അറബി ഭാഷയിൽ. അതായത് അവരെ മൂടി, അവരെ പിടികൂടി എന്നൊക്കെയുള്ള അർത്ഥമാണ്. അതിൽ വലയം ചെയ്തു. കാരണം ശിക്ഷ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ പറയുമ്പോൾ വലയം ചെയ്യുക എന്നുള്ള പ്രയോഗം പ്രയോഗിക്കും. അതാണ് വഹാഖ ബിഹിം എന്ന് പറഞ്ഞത്. വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, അവരെ വലയം ചെയ്തു. മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, അവരെന്തൊരു കാര്യത്തെയാണോ കളിയാക്കിയിരുന്നത് അത്. അതായത് അവർ ആ നബിമാരോട്, ഇപ്പം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലുണ്ടാക്കിയത് കടലിൻ്റെ ഓരത്ത് വെച്ചിട്ടല്ല. അപ്പോൾ ഇവിടെ എന്തിനാ നിങ്ങൾ കപ്പലുണ്ടാക്കുന്നത്, ഇവിടക്കൊക്കെ ഇനി വെള്ളപ്പൊക്കം വന്നാൽ തന്നെ ഇവിടേക്ക് വെള്ളത്തോ, അപ്പോൾ നിങ്ങളെന്തൊരു മണ്ടനാണ്, ഈ കപ്പലുണ്ടാക്കുകയാണെങ്കിൽ എപ്പോഴും കപ്പലോടെ ഉണ്ടാക്കല് ആൾക്കാർ കടലിൻ്റെ അടുത്തുണ്ടാക്കുക, എന്നാലല്ലേ ഇത് വെള്ളത്തിൽ കിറക്കാൻ കഴിയുള്ളൂ. വേറെ എവിടെയെങ്കിലും ഉണ്ടാക്കിയത് വെള്ളത്തിൽ കിറക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അവർ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നാൽ അവരോട് നിങ്ങൾക്ക് വരാനിരിക്കുന്നൊരു ശിക്ഷ ഉണ്ട് എന്നതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്തു, താക്കീത് ചെയ്തു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നും ഈ ചില സ്ഥലങ്ങളിലെ വലിയ പർവ്വത നിരകൾ, വലിയ പർവ്വതങ്ങൾ, പ്രത്യേകിച്ച് നമുക്ക് ഈ സൗദി അറേബ്യയിലെ ഈ യമൻ ബോർഡറിൻ്റെ അടുത്തുള്ള ഭാഗങ്ങളിലുള്ള പർവ്വത നിരകളൊക്കെ ശരിക്കും നമ്മളിങ്ങനെ താഴെ നോക്കി അത്ര ഹൈറ്റുള്ള പർവ്വതങ്ങൾ, പക്ഷെ അതിലൂടെ വെള്ളം ഒഴുകിയിട്ട് ഇത് നമുക്ക് കാണാം. വലിയ അത്ര ഹൈറ്റുള്ള പർവ്വതങ്ങളാണ്. ആ പർവ്വതങ്ങളുടെ ഇത് നമുക്ക് ഒരു വെള്ളം ഒഴുകിയതിൻ്റെ പാടുകളില്ലേ, അതിൻ്റെ മുകൾ ഭാഗത്ത് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ കാണാൻ പറ്റും. അപ്പം ഒരു കാലത്ത് ഒരു പക്ഷേ വെള്ളത്താൽ മൂടപ്പെട്ട പ്രദേശങ്ങളായിരുന്നിരിക്കാം, അള്ളാഹു ആലം. ഏതായാലും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ഏതെല്ലാം നബിമാർ അവർക്ക് താക്കീത് നൽകിയോ ആ നബിമാരൊക്കെ അവരെന്ത് ചെയ്തു, പരിഹസിച്ചു. അപ്പോൾ ഇത്
മക്കാ മുശ്രിക്കുകളോട് അവർ ചിന്തിക്കാൻ വേണ്ടി പറയാൻ മുൻകഴിഞ്ഞു പോയ ആൾക്കാർക്ക് എന്താ സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ? അതായത് അവർ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് അവരോട് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അവരുടെ പൂർവികർ പറഞ്ഞു കൊടുത്ത കുറേ കാര്യങ്ങൾ അവർ മുറുകെ പിടിക്കുമ്പോൾ സത്യത്തിൽ പൂർവികർ പറഞ്ഞു കൊടുത്തതിൽ ഉള്ള മറ്റു ചില വസ്തുതകൾ കൂടിയുണ്ട്. ആ വസ്തുതകളും അവർ ഉൾക്കൊള്ളുന്നില്ലേ, പാഠം ഉൾക്കൊള്ളുന്നില്ലേ? അതിൽപ്പെട്ടതാണ് ഏകദൈവ വിശ്വാസത്തെ നിഷേധിക്കുക വഴി അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയ സമൂഹങ്ങളെക്കുറിച്ച്. അതാണ് ഫലമ്മ ജാഅത്ഹും റുസുലുഹും ബിൽ ബയ്യിനാത്ത്, അള്ളാഹുവിൻ്റെ മുർസലീങ്ങൾ ദൂതന്മാർ അവരിലേക്ക് വന്നപ്പോൾ ബിൽ ബയ്യിനാത്തി വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി ഫരിഹൂ ബിമാ ഇൻദഹും തങ്ങളുടെ പക്കലുള്ളതിൽ അവർ മതിമറന്ന് സന്തോഷിക്കുകയും മിനൽ ഇൽമി അഥവാ തങ്ങളുടെ അറിവിൽ വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ അവരെന്തൊന്നിനെ ഇസ്തിഹ്സാ എന്ന് പറഞ്ഞാൽ പരിഹാസം, യസ്തഹ്സി എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക. അപ്പം അവരെന്തൊന്നിനെയാണോ പരിഹസിച്ചു കൊണ്ടിരുന്നത് അത് അവരെ പിടികൂടുകയും ചെയ്തു. എന്നിട്ട് പറയാണ് അവർ ഫലമ്മാ റഅൗ ബഅസനാ ഫലമ്മാ അപ്പോൾ റഅൗ അവർ കണ്ടപ്പോൾ, റഅ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടു അല്ലേ? റഅൗ അവർ കണ്ടപ്പോൾ, അത് ജംആയതുകൊണ്ടാണ് റഅൗ എന്ന് പറഞ്ഞത്. ബഅസനാ നമ്മുടെ ശിക്ഷയെ. ഈ ബഅസ് എന്നുള്ളത് ശക്തിക്ക് പറയും. അതേപോലെ തന്നെ ഒരു രാജ്യം അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ സായുധപരമായ ശക്തി, അധികാരം അല്ലെങ്കിൽ ശക്തിക്ക് പറയും. അതുകൊണ്ടാണ് ബിൽഖീസ് രാജ്ഞി അവരോട് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞല്ലോ, ഒരു കത്ത് ഹുദ്ഹുദിൻ്റെ അടുത്ത് കൊടുത്തയക്കുകയും ആ കത്ത് അവരുടെ കൊട്ടാരത്തിൽ കൊണ്ടുചെന്ന് ഈ മരം കൊത്തി ഈ പക്ഷി കൊണ്ടുചെന്ന് ഇടുകയും ചെയ്തു. ആ ഇട്ട കത്ത് അവർക്ക് കിട്ടിയപ്പം അവിടെയുള്ള ആളുകളൊക്കെ വിളിച്ചിട്ട് അവർ പറഞ്ഞു, എനിക്ക് ഇന്ന് ഒരു കത്ത് കിട്ടി, അതാണ് ഇന്നഹു മിൻ സുലൈമാൻ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2 ബിസ്മി വരുന്നത് അവിടെയാണ്. ആ കത്തത്തെ ബിസ്മിയാണ് രണ്ടാമത്തെ ബിസ്മി സൂറത്തുൻ നംലിൽ. അപ്പോൾ ഇങ്ങനൊരു കത്ത് വന്നിട്ടുണ്ട്, അപ്പം നമ്മളോട് അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ചെല്ലാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഈ കൂടെയുള്ള അവിടുത്തെ ആളുകൾ പറയാണ്. അപ്പോൾ ഖാലു നഹ്നു ഉലൂ ഖുവ്വത്തിൻ വ ഉലൂ ബഅസിൻ ഷദീദ്. നമ്മൾ ഉലൂ ഖുവ്വ, നല്ല ശക്തിയുള്ള ആൾക്കാരാണ്, നമുക്കൊരു കുറവുമില്ല, നല്ല ശക്തിയുള്ള ആൾക്കാരാണ്. അതേപോലത്തെ വ ഉലൂ ബഅസിൻ ഷദീദ്, നല്ല ബഅസ് ഉള്ള ആൾക്കാരാണ്. എന്താ ബഅസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ കുറ്റിയുറപ്പ് എന്നൊക്കെ പറയും സാധാ ഭാഷയിൽ. നല്ല അടച്ചുറപ്പുള്ള കുറ്റിയുറപ്പുള്ള ആൾക്കാരാണ് എന്നൊക്കെയുള്ള പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ബഅസ് ഉള്ളവരാണ്, ഭയങ്കരമായ ശക്തിയുള്ള ആൾക്കാരാണെന്നുള്ള അർത്ഥം. എന്നാൽ അതേ പ്രയോഗം എന്തിനു പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്? ശിക്ഷക്ക്. അപ്പോൾ ബഅസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശക്തി കൊണ്ട് മറ്റുള്ളവരുടെ മേൽ ആഘാതം ഏൽപ്പിക്കാൻ കഴിവുള്ളവരാണ്. അപ്പോൾ അവരത് പറഞ്ഞപ്പോൾ പക്ഷെ രാജ്ഞി എന്ത് ചെയ്തില്ല, ഒരു യുദ്ധം ഉണ്ടായാലും നാട് മൊത്തം നശിക്കും, അതിനേക്കാൾ നല്ലത് നമുക്കവിടെ ചെന്ന് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് മറ്റത് നമുക്ക് ആദ്യം ഹദിയ അയക്കാമെന്ന് പറഞ്ഞു. അപ്പം സുലൈമാൻ നബി പറഞ്ഞു, നിങ്ങൾ അയക്കുന്നതിനേക്കാൾ നല്ലത് എൻ്റെ അടുത്തുണ്ട്, പിന്നെ എന്തിനാ എനിക്ക് നിങ്ങളെ ഹദിയ? അപ്പോൾ അവർ പിന്നീട് അങ്ങോട്ട് പോകാൻ വേണ്ടി തയ്യാറായി ആ സംഭവം. പക്ഷേ അതിൽ നമുക്ക് അവിടെ ഈ ബഅസ് എന്നുള്ള പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ബഅസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മേൽ ആഘാതം ഏൽപ്പിക്കാൻ സാധിക്കുമാറുള്ള ശക്തി, പവർ ആണ് ബഅസ്. പോരെ, ഫലമ്മാ റഅൗ ബഅസനാ നമ്മുടെ ബഅസിനെ അവർ കണ്ടപ്പോൾ, അള്ളാഹുവിൻ്റെ ശക്തിയെയും ശിക്ഷയെയും അവർ കൺമുന്നിൽ അനുഭവിച്ചപ്പോൾ ഖാലു അവർ പറഞ്ഞു, എന്ത്? ആമന്നാ ബില്ലാഹി വഹ്ദ, ഞങ്ങൾ ആരാധിക്കുന്ന മറ്റുള്ള എല്ലാ ആരാധ്യന്മാരെയും ഒഴിവാക്കി. ഇവിടെ ഉള്ള ഈ ദാറുൽ ആസാർ എന്ന് പറഞ്ഞ മ്യൂസിയത്തിൽ പോയാൽ കാണാൻ പറ്റും, അതായത് എന്തിനൊക്കെയാണ് മനുഷ്യന്മാരെ ആരാധിച്ചിനെന്ന്. അപ്പോൾ നമുക്കിങ്ങനെ ഈ തൗഹീദിൻ്റെ നിയമത്ത് ബോധ്യപ്പെടും. ആരാധിക്കാൻ ഒന്നും ബാക്കിയില്ല, എല്ലാ
ഈ മരങ്ങളെയും അതേപോലെ തന്നെ ഈ വരച്ചുണ്ടാക്കിയ രൂപം, അതിൽ ചില രൂപമൊക്കെ കണ്ടാൽ തന്നെ ഇതിനൊക്കെയാണ് ആരാധിക്കണമെന്ന് വിചാരിക്കും. അതിൽ വികൃതമായ വൈരൂപ്യ രൂപത്തിലൊക്കെ വരച്ചു വെച്ചിട്ടുള്ള രൂപങ്ങൾ, അങ്ങനത്തെ സംഗതികളൊക്കെ. അപ്പോൾ ഖാലു ആമന്ന ബില്ലാഹി വഹ്ദഹ്, ഈ ശിക്ഷ മുന്നിൽ കണ്ടപ്പോൾ അവർ പറഞ്ഞു ആമന്ന ബില്ലാഹി വഹ്ദഹു, ഏകനായ പ്രപഞ്ച സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വകഫർനാ ബിമാ കുന്നാ ബിഹി മുശ്രിക്കീൻ, നാം അവരിൽ എന്തൊന്നിനെ പങ്കു ചേർത്തുകൊണ്ടിരുന്നുവോ അവയിൽ നാം അവിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ശിക്ഷ വന്നെത്തിയതിനു ശേഷം അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അഹന്തയും അവിശ്വാസവും നിഷേധവും കാരണത്താൽ ഒരു സമൂഹത്തിനൊരു ശിക്ഷ നൽകിയാൽ പിന്നെ ആ ശിക്ഷ ഇറങ്ങിയ ശേഷം അവർക്ക് എന്തില്ല, അവർക്കവിടെ തൗബയില്ല. അതാണ് വകഫർനാ ബിമാ കുന്നാ ബിഹി മുശ്രിക്കീൻ. അവർ ഇത് മുന്നിൽ കണ്ടപ്പോൾ, എന്താണോ നബിമാർ മുർസലീങ്ങൾ അവർക്ക് താക്കീത് നൽകിയിരുന്ന ശിക്ഷ, ആ ശിക്ഷ അവരുടെ മുന്നിൽ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളത്. വല്ലാഹു ആലം, ഇനി അതും അവർ യഖീനോടുകൂടിയുള്ള ഇതാണോ, അല്ലാഹു ആലം. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റ് ചില വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഭീകരമായ അവരുടെ കപ്പൽ മൂടുമാറ് വരുന്ന തിരമാലകൾ വരുമ്പോൾ അവരെന്ത് ചെയ്യും, ദഅവുല്ലാഹ മുഖ്ലിസീന ലഹു, പടച്ചവനെ മാത്രം വിളിക്കും. പക്ഷെ തിരയൊടുങ്ങി അവർ കരക്കടിഞ്ഞാലോ, കരയിലെത്തിയാൽ ഇദാഹും യുശ്രിക്കും, അവർ വീണ്ടും എന്ത് ചെയ്യും, പങ്കു ചേർക്കും. അപ്പോൾ അവർക്ക് അറിയാം ഈ പങ്കു ചേർക്കുന്നത് ഒരു പാടില്ലാത്ത കാര്യമെന്ന് അറിയാം. പക്ഷെ അതിങ്ങനെ തുടർന്ന് വന്നൊരു കാര്യമായതുകൊണ്ട് ഒഴിവാക്കാൻ മടി, അവരുടെ ഒരു പ്രസ്റ്റീജിൻ്റെ വിഷയമാണ്, അവരുടെ ഒരു ദുരഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. അപ്പം ശിക്ഷ മുന്നിൽ കണ്ടപ്പോൾ ഇവർ പറഞ്ഞു പ്രപഞ്ച സൃഷ്ടാവിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വകഫർനാ ബിമാ കുന്നാ ബിഹി മുശ്രിക്കീൻ, ഞങ്ങൾ അവനിൽ പങ്കു ചേർത്തിരുന്നതിലൊക്കെ അവിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു, അത് തള്ളിപ്പറയുകയും ചെയ്തു. എന്നാൽ അല്ലാഹു തആല പറയാം, ഫലം യകു യൻഫഉഹും ഈമാനുഹും ലമ്മാ റഅൗ ബഅസനാ. ഫലം യകു യൻഫഉഹും, അത് ലം എന്നുള്ളത് അറബി ഭാഷയിൽ ജവാസിം എന്ന് പറയും. ലം യദ്ഹബ്, അതായത് അതിൻ്റെ ശേഷം ഫിഅൽ മുദാരിയ വരിക. ആ ഫിഅൽ മുദാരിയനെ എന്ത് ചെയ്യും, സുക്കൂനാക്കും. ആ ലം യകുൻ എന്നുള്ളതിൻ്റെ ഇതാണ് അവിടെ നൂന് ഹദ്ഫ് ചെയ്തിട്ട് തഖ്ഫീഫ് ചെയ്ത ഭാഗമാണ് ലം യകു എന്നുള്ളത്. യകുൻ എന്നാണത് ശരിക്കും, യകു എന്നുള്ളത് യകുൻ. ഫലം യകുൻ യൻഫഉഹും, അപ്പോൾ അവിടെ ചില ആൾക്കാർ ചിലക്കും അവിടുത്തെ സുക്കൂനോടെ പോയി, സുക്കൂന നൂൻ്റെ മുകളിൽ പോയി, അതുകൊണ്ടാണ് അവിടെ സുക്കൂൻ കാണാത്തത്. ലം യകു എന്നായത്, അത് യകുൻ എന്നുള്ളതാണ്. ഫലം യകുൻ യൻഫഉഹും ഈമാനുഹും, അവർക്ക് ഉപകരിക്കുമായിരുന്നില്ല ഈമാനുഹും, അവരുടെ ഈമാൻ. എപ്പോൾ, ലമ്മാ റഅൗ ബഅസനാ, നമ്മുടെ ശക്തിയെ ശിക്ഷയെ അവർ കൺമുന്നിൽ കണ്ടപ്പോൾ പിന്നെയുള്ള വിശ്വാസം അവർക്ക് ഉപകരിക്കുകയില്ല. ഏതുപോലെ സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചാൽ ആളുകൾ ധൃതിപ്പെട്ട് വിശ്വസിക്കുന്ന, സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചു കഴിഞ്ഞാൽ പക്ഷെ പിന്നെന്തില്ല, തൗബയില്ല, ഈമാനില്ല. ലമ്മാ റഅൗ ബഅസനാ സുന്നത്തല്ലാഹി അല്ലതി ഖദ് ഖലത് ഫീ ഇബാദിഹി വഖസിറ ഹുനാലികൽ കാഫിറൂൻ. സുന്നത്തല്ലാഹി അല്ലതി ഖദ് ഖലത് ഫീ ഇബാദിഹി, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു രീതിയാണ്. എന്ത്, മുൻകഴിഞ്ഞു പോയ ആളുകളിലും
അല്ലത്തി ഖദ് ഖലത് ഫീ ഇബാദിഹി, അള്ളാഹുവിൻ്റെ ദാസന്മാരിൽ അള്ളാഹു തീരുമാനിച്ച നടപ്പിൽ വരുത്തിയ ഒരു നിയമമാണത്. എന്ത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഒരു സമൂഹത്തിന് അവരുടെ നിഷേധം കാരണത്താൽ ശിക്ഷ നൽകുന്നത് വരെ അവർക്ക് എന്തുണ്ട്? തൗബ ചെയ്യാനും മടങ്ങാനുള്ള അനുവാദമുണ്ട്. അത് ലഭിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? മടങ്ങാൻ പറ്റില്ല. അപ്പം ഒരു മനുഷ്യന് ശിക്ഷ വന്നെത്തുന്നത് വരേക്കും അവന് തൗബ ചെയ്യാനും മടങ്ങാനുള്ള അനുവാദമുണ്ട്. അതാണ് നമുക്ക് അനവധി ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ കണ്ണിൽ കണ്ടപ്പോൾ എന്നുള്ളത് മരണം തൊണ്ടക്കുഴിയിലെത്തിയാൽ എന്നാണ് ശരിക്കും അതിൻ്റെ അർത്ഥം. അതായത് ഈ ശിക്ഷ കണ്ണിൽ കാണാന്ന് പറഞ്ഞാൽ മരണം തൊണ്ടൽക്കുഴിയിലെത്തിയ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു, ഇന്ന അല്ലാഹ തആല യഖ്ബലു തൗബ, അല്ലാഹു തആല തൗബ സ്വീകരിക്കും, തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിർ. അതായത് ഈ സക്രാത്തിന് ഒരു എന്നുള്ളൊരു അവൻ്റെ ഈ കൊല്ലിയിൽ നിന്ന് വരുന്നൊരു ശബ്ദം, ഒരു സക്രാത്തിൻ്റെ ശബ്ദം, ആ ശബ്ദം വരുന്നത് വരേക്കും പടച്ചോൻ എന്ത് ചെയ്യും? അവൻ്റെ തൗബ സ്വീകരിക്കും. അതിന് ശേഷം പിന്നെ തൗബ സ്വീകരിക്കുകയില്ല എന്നർത്ഥം. അതായത് ശിക്ഷ അവനെ പിടികൂടി അവൻ്റെ ആ മരണാസന്നനായ സക്രാത്തിൻ്റെ ഇത് വരുന്നത് വരേക്ക് അവൻ്റെ തൗബക്കുള്ള സമയം ഉണ്ട്. പക്ഷെ അതിനുശേഷം അവൻ്റെ തൗബ സ്വീകരിക്കുകയില്ല എന്നർത്ഥം. ഗർഗറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ബലഗതി റൂഹുൽ ഹൻജറ, അവൻ്റെ റൂഹ് ഹൻജർ തൊണ്ടക്കുഴിയിൽ എത്തിയാൽ എന്നാണ്. റൂഹ് അവൻ്റെ തൊണ്ടക്കുഴിയിലെത്തിയാൽ. വആയനൽ മലക്കു, അവൻ മലക്കിനെ കാണുകയും ചെയ്താൽ. ഇത് നമുക്കറിയില്ല, പല ആളുകളുടെയും മരണസമയത്ത് ചിലപ്പോൾ അവർ ചിലത് ആ മരണത്തിൻ്റെ സമയത്ത് മരിക്കുന്നതിന് തൊട്ട് മുന്നേ ചിലപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ അവർ മലക്കുകളെ കണ്ടു എന്ന് നമുക്ക് തോന്നിക്കുന്ന രൂപത്തിലുള്ള പലതും പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു വളരെ പള്ളിയിലൊക്കെ കൃത്യമായി വന്ന് നിസ്കരിച്ചു എന്ന് വളരെ സാധാരണക്കാരനായൊരു മനുഷ്യൻ, അയാളൊരു ആലിമൊന്നുമല്ല, വളരെ സാധാരണക്കാരൻ. ക്യാൻസർ വന്നിട്ട് അദ്ദേഹം ഏകദേശം മരണപ്പെടാൻ വേണ്ടിയിട്ട്, അപ്പോൾ അദ്ദേഹത്തിനൊന്നും അറിയില്ല, അങ്ങനെ അറബിയോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും അറിയില്ല. അപ്പം അങ്ങനെ മാഷൊന്ന് വിളിക്കുക വെച്ചിട്ട് എളാപ്പനൊന്ന് വിളിക്കൊന്ന് എനിക്കൊന്ന് ദുആകളൊക്കെ ഒന്ന് പറഞ്ഞു തരാനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചു. പക്ഷെ ആ സമയത്ത് സ്വാഭാവികമായിട്ടും കുറച്ച് ക്രിട്ടിക്കലാന്നാണ് നമ്മൾ കുടുംബക്കാരെന്താ വേഗം ചെയ്യുക, പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ട്. അദ്ദേഹം കുറേ പറയുന്നുണ്ടായിരുന്നു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്ട, ഇവിടെ തന്നെ കിടത്തിക്കോളൂ, എൻ്റെ അവസാന സമയമാണ് എന്നൊക്കെയുള്ള. പക്ഷെ ആ സമയത്ത് അവർ ശരിക്കും ഒരു പക്ഷേ മലക്കളെ കാണുന്ന പോലെയുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, സംസാരിക്കുന്നുണ്ടായിരുന്നു. അള്ളാഹു ആല. അങ്ങനെ ചില ഇതിലൊക്കെ അങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. അള്ളാഹു ആലം. ഏതായാലും മരണം സംഭവിക്കുന്ന വേളയിൽ മനുഷ്യനെ ആരെ കാണും? മലക്കുകളെ കാണും. അത് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സ്ഥിരപ്പെട്ടു വന്നതായ കാര്യമാണ്. അതൊരു മുഅ്മിൻ്റെ അടുത്തേക്കാണെങ്കിൽ വളരെ പ്രസന്നവദനരായ സന്തോഷം അറിയിച്ചു കൊണ്ടുവരുന്ന മലക്കുകളായിരിക്കും വരിക. വളരെ സുഗന്ധം അവർക്ക് അനുഭവപ്പെടും. അവർ സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധവുമായിട്ടാണ് അവൻ്റെ അരികിലേക്ക് വരിക എന്ന ഹദീസിൽ കാണാൻ സാധിക്കും. എന്നാൽ അതേസമയം ഒരു അധർമ്മകാരിയായ നിഷേധിയായൊരു മനുഷ്യൻ്റെ അടുത്തേക്കാണ് വരുന്നതെങ്കിൽ വളരെ കരുണ തീണ്ടിയിട്ടില്ലാത്ത മലക്കുകൾ, അതായത് വിരൂപികളായ വളരെ ഇരുണ്ട, അതായത് ഒരു സന്തോഷവും മുഖത്ത് പ്രകടിപ്പിക്കാത്ത രൂപത്തിലുള്ള ആളുകളായിരിക്കും വരിക എന്ന് നമുക്ക് അതും ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പം ഇത് അവർ മലക്കുകളെ കാണുകയും ചെയ്താൽ, അതാണ് മരണം തൊണ്ടക്കുഴിയിലെത്തി വആയനൽ മലക്ക്, മലക്കുകളെ കാണുകയും ചെയ്താൽ പിന്നെ എന്തില്ല, അവർക്ക് ഒരു മടങ്ങിപ്പോക്ക്, തൗബയില്ല. കാരണം അവിടെ അവർക്ക് ഈ പറഞ്ഞതൊക്കെ സത്യം എന്ത് ചെയ്യും, ബോധ്യപ്പെട്ടു. താക്കീത് നൽകിയ കാര്യം അവരുടെ മുന്നിൽ കണ്ടു, പിന്നെ അവർക്ക് തൗബയില്ല എന്നർത്ഥം. നമുക്കൊന്ന് ഓതി നോക്കിയിട്ട് അവസാനിപ്പിക്കുക. അൽഹംദുലില്ലാ. ഇതോടുകൂടി നമ്മൾ സൂറത്തു ഗാഫിർ പൂർത്തിയായി. ഇതിൽ
ഫരിഹു ബിമാ ഇൻദഹും മിനൽ ഇൽമി, അതായത് അവർ അവരുടെ പക്കലുള്ള അറിവ് കൊണ്ട് മതിമറന്ന് ആഹ്ലാദിച്ചു എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവരുടെ ഇതിലാണ് അത് ഇൽമു എന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അത് ജഹാലത്താണ്. അതാണ് പല മുഫസ്സിരീങ്ങളും പറഞ്ഞത്. അതായത് ഒരു മനുഷ്യന് ഒരു കാര്യം തെറ്റാണ് എന്ന അറിവില്ലായ്മ എന്താണ് ഏറ്റവും വലിയ അപകടമാണ്. ഒരു കാര്യം തെറ്റാണ് എന്നതിനെ കുറിച്ചിട്ടുള്ള അറിവില്ലായ്മ, ഇഗ്നോറൻസ്, അറിവില്ലായ്മ വലിയ അപകടം ചെയ്യും. കാരണം എന്ത് ചെയ്യും? അവൻ ആ തെറ്റ് ശരിയാണെന്ന് വിചാരിച്ചിട്ട് ചെയ്യും. അപ്പോൾ അതാണ് അവരുടെ പക്കലുള്ള അറിവിൽ അവർ സന്തോഷിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അറിവാണെന്ന് അവർ അതിനെ എന്ത് ചെയ്തു? പരിഗണിച്ച് കൊണ്ടു നടന്നു എന്നർത്ഥം. നോക്കി നോക്കിയിട്ട് അവസാനിപ്പിക്കും.